पूरे के बाद पैसे नहीं है। അങ്ങനെ നമ്മൾ ജമ്മു കാശ്മീർ റെയിൽവേ സ്റ്റേഷനിലാണ് എത്തിയത് കേട്ടോ. നമുക്ക് ശ്രീനഗറിലേക്ക് പോകണം. ജമ്മു കാശ്മീർ റെയിൽവേ സ്റ്റേഷനാണ് ഈ കാണുന്നത് കേട്ടോ. നമ്മൾ ജമ്മു കാശ്മീർ വരുമ്പോൾ നമ്മൾ ബസ് ഇറങ്ങിക്കഴിഞ്ഞ ശേഷം ബസ്സിന് റിക്ഷക്കാരൊക്കെ നമ്മുടെ പുറകെ വരും. പക്ഷെ അവിടെ നിന്ന് നമുക്ക് ശ്രീനഗറിലേക്ക് പോകാൻ റിക്ഷ ഉണ്ട്. പക്ഷേ നമ്മൾ അതിനകത്ത് കയറണ്ട, നമുക്കൊരു ട്രെയിനുണ്ട്. ഏതാണ് നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ നോക്കാം, ട്രെയിൻ ടിക്കറ്റ് കിട്ടുമെന്ന് നോക്കാം. അങ്ങനെ ശ്രീനഗറിന് ട്രെയിൻ ഇല്ല കേട്ടോ. അവിടെ എന്തൊക്കെ പ്രശ്നമൊക്കെ ആയതുകൊണ്ടാണ് ട്രെയിൻ ചെന്നത്. അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ടാക്സിയിലേക്ക് പോക്ക് നടക്കും തോന്നുന്നു. അപ്പോൾ എന്തായാലും വെളിയിലേക്ക് പോയി നോക്കുക. ഇവിടെ നിന്നിട്ട് കാര്യമില്ല. പക്ഷേ നമ്മൾ ഓൺലൈനിൽ നോക്കുമ്പോൾ ട്രെയിൻ ഉണ്ടെന്നാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. ഏതായാലും നോക്കാം, പുറത്തേക്ക് ഇറങ്ങി നോക്കാം. ജമ്മു കാശ്മീരിൽ നമുക്ക് ശ്രീനഗറിലേക്ക് പോകാൻ ഇപ്പോൾ സാധിക്കുന്നില്ല. കാരണം മഴയും മണ്ണിടിച്ചിലും കാരണം റോഡ് മുഴുവൻ അപാകതയിലായതിനാൽ ട്രെയിൻ ഗതാഗതം നിലച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ അവിടുന്ന് ഓട്ടോറിക്ഷയിൽ ടാക്സി കിടക്കുന്ന സ്ഥലത്തേക്കുള്ള യാത്രയാണ്. അങ്ങനെ സുഹൃത്തുക്കളെ, നമ്മൾ ശ്രീനഗറിലേക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരുമ്പോൾ അവിടെ ടാക്സി ഉണ്ട്. അത് ചോദിക്കുന്നത് 1200 രൂപയാണ്. ഇന്നത്തെ ദിവസം ശ്രീനഗറിലേക്ക് പോകാൻ പറ്റില്ല. കാരണം 50-60 കിലോമീറ്റർ കണ്ട് മണ്ണിടിഞ്ഞ് റോഡ് മൊത്തം ജാമാണ്. പിന്നെ ചെറിയ വാഹനം മാത്രം പോകും. മീൻസ് ടാക്സി, വണ്ടി, ടവേര അങ്ങനെയുള്ളതാണ്. അപ്പോൾ ഏതായാലും നമ്മൾ ഒരു 100 രൂപ കുറച്ച് കിട്ടി. അങ്ങനെ നമ്മൾ ഈ അപ്പോൾ തന്നെ ചോദിക്കുമ്പം അവർക്ക് 1200 ആ പൈസയ്ക്ക് റേറ്റ് പോയാലും പറ്റില്ല. നമ്മൾ ഷെയർ ടാക്സി ആണല്ലോ. ഇതിപ്പം ഒരാൾക്ക് 1200 രൂപയാണ് അവർ ചോദിച്ചത്. നമ്മൾ 1100 ആക്കി. ഏതായാലും അവിടെ നിന്ന് ഈ റെയിൽവേ സ്റ്റേഷൻ എടുക്കുന്ന ഓട്ടോറിക്ഷയിൽ അവർ നമ്മളെ ഈ വണ്ടി ഈ ടാക്സി കിടക്കുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകും. കാരണം ഇത് കള്ള ടാക്സി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഏതായാലും 1100 രൂപയ്ക്ക് ശ്രീനഗർ പോകാൻ തീരുമാനിച്ചു. ഇപ്പോൾ സമയം 10:30 മണിയായി രാവിലെ. അപ്പോൾ ഏതായാലും ഒരു 5-6 മണിക്കൂർ കൊണ്ടങ്ങ് എത്തുമെന്നാണ് പറയുന്നത്. നോക്കാം, നമുക്ക് പോയി നോക്കാം. പോകുന്ന വഴിക്കുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം. ഓക്കെ. अगर इनमें से 3 आदतें हैं तो मुबारक, आप बर्बाद लोगों की लिस्ट में। लेकिन अभी भी देर नहीं हुई। इंस्टाग्राम സുഹൃത്തുക്കളെ, നമ്മൾ ജമ്മു കാശ്മീരിലെ പോലീസിലെ ഡീൽപ്പെട്ടു കേട്ടോ. കാരണം പിന്നെ ജമ്മു കഴിഞ്ഞ് ശ്രീനഗറിന്റെ ബോർഡറിലേക്ക് കയറുമ്പോഴാണ് ഈ സംഭവം നടന്നത്. കാരണം ഈ ടാക്സി വിളിച്ച് പോയപ്പോൾ ഈ ടാക്സിക്ക് ഇന്ന് അവിടെ യഥാർത്ഥത്തിൽ ചെറിയ വാഹനങ്ങൾക്ക് അലോഡില്ലായിരുന്നു. അപ്പം നമ്മുടെ നിന്ന് പൈസയൊക്കെ വാങ്ങി 1200 രൂപയൊക്കെ നമ്മളിന്ന് ഫീസ് വാങ്ങിയിട്ട് നമ്മളെ കൊണ്ട് പോയപ്പം അവിടെ വെച്ച് നമ്മളെ പിടിച്ചു. ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലാണ്, ജമ്മു പോലീസ് സ്റ്റേഷനിൽ നിൽക്കുക. നമ്മുടെ പൈസ റിട്ടേൺ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, മേടിച്ച് തരാമെന്ന് പോലീസ് ഏറ്റിട്ടുണ്ട്. ഏതായാലും നമുക്ക് നോക്കാം. ഇപ്പം എല്ലാവരും ഞങ്ങളൊരു 12ഓളം പേരുണ്ട്. ഞങ്ങളിപ്പോൾ പോലീസ് സ്റ്റേഷനിൽ നിൽക്കുകയാണ്. नहीं, कमीशन तो कट गया। फिर अभी पैसा कौन देगा? पैसा यही देगा क्या? जेल का काट के। കാശ്മീരിൽ ട്രെയിനിൽ പോകുന്നവർ ജമ്മു കാശ്മീരിൽ ട്രെയിൻ ഇറങ്ങിയാൽ ശ്രീനഗറിലേക്ക് ചിലപ്പോൾ മോശമായ കാലാവസ്ഥ എപ്പോഴും ഉണ്ടാകുന്നതിനാൽ ട്രെയിൻ കിട്ടാറില്ല. അപ്പോൾ പിന്നെ ഷെയർ ടാക്സിയാണ് എല്ലാവരും ചൂസ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ ചെറിയ വാഹനങ്ങൾ ജമ്മു ബോർഡറിൽ നിന്നും കടത്തിവിടുമോ എന്നുള്ള കാര്യം കൃത്യമായി ചോദിച്ചിരിക്കണം. കാരണം ആഴ്ചയിൽ ചില ദിവസങ്ങളിൽ ചെറിയ വാഹനവും ചില ദിവസങ്ങളിൽ വലിയ വാഹനങ്ങളും മാത്രമേ ബോർഡർ വഴി കടത്തിവിടുകയുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് പറ്റിയതുപോലെ ആകും. निकालो तो हवाल का मन मैं काटू मैं क्या देतो बचो खनाच मकले चिके जक मानस से असल बात छे आई समझे वो समझ आ गई। हां ये मतलब साफ इनको छोड़ दे, इनको 3 4,500 मैं शराटे 500 मैं 500 जो इसका 1400 मैं वो भी इसको दूंगा। आप मेरे साथ आएंगे वहाँ ट्रैवल पे, आप उसके साथ खुद करेंगे। मेरे पास पैसे नहीं है। दिलवाने आप पैसे दिलवा नहीं मैं वहाँ तक जाऊंगा। बात सुन ये साथ आएगा मेरे। यस
साथ में आएगा। मेरा पैसा मिलवाएगा उससे। आपको पैसा आ गया इसी में। आपका पैसा इसी में आ गया। आपका हो गया खलास। 14 मैंने यही आपका हो गया खलास। वो देंगे पैसा, आप बोलेंगे फिर मुझे वो चाची बहन पोट वाले कर रही है सवाल है तुम मेरे पास पैसा नहीं है, फिर बोलेंगे आप बाद में वो करना ये करना। ये पागल है, ये समझता नहीं है। आप बंदे को उसके हवाले करो, ये जाने। यही पैसा मैंने अब ഒടുവിൽ ബോർഡർ ലംഘിച്ച് കടക്കാൻ ശ്രമിച്ചത് ഞങ്ങളുടെ വാഹനം ജമ്മു കാശ്മീർ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും വാഹനം പുറപ്പെടുന്നതിന് മുമ്പ് ഞങ്ങളുടെ കയ്യിൽ നിന്നും ആദ്യമേ വാങ്ങിയ പൈസ തിരിച്ചു വാങ്ങി ജമ്മു കാശ്മീർ പോലീസ് തന്നെ ഇടപെട്ട് മെയിൻ റോഡ് അല്ലാത്ത മറ്റൊരു വഴിയിൽ കൂടി ഞങ്ങളെ പോകാൻ അനുവദിക്കുകയും ചെയ്തു. സുഹൃത്തുക്കളെ, നമ്മള് ഇങ്ങനെ കാശ്മീരിലെത്തി. രാത്രി ശ്രീനഗറിൽ എത്തിയപ്പം 1 മണിയായി. റോഡൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. രാത്രി വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല. നമുക്ക് രാത്രി ഒന്ന് അങ്ങനെ ഒരു റൂം നമ്മൾ ബുക്ക് ചെയ്ത റൂം പോകണമെങ്കിൽ പിന്നെ ഒരുപാട് ദൂരം പോകണം. അങ്ങനെ നമ്മൾ ടൗണിൽ തന്നെ ഒരു റൂം നമ്മൾ സെറ്റ് ചെയ്തു. റൂം രസമാണ്, ഭയങ്കര രസമാണ്. കാണിച്ചുതരാം. റൂം ചെറിയ എമൗണ്ടിലുള്ള റൂമാണ്. ഒരു 500 രൂപ കൊടുക്കുമ്പോൾ നമുക്ക് ടൗണിൽ തന്നെയാണ് റൂം കിട്ടിയത്. എന്തായാലും ഞാനിതിൻ്റെ കാഴ്ചകളൊന്നും നിങ്ങൾക്ക് കാണിച്ചു തരാം. റൂമിൻ്റെ കാഴ്ചകൾ ഇതൊരു ഭയങ്കര രസമാണ്. ഇങ്ങനെ അടുത്തടുത്ത് റൂമുകൾ കേട്ടോ. അറ്റാച്ച്ഡ് ബാത്റൂം ഒക്കെ ഉണ്ട്. പക്ഷേ സംഭവം കണ്ടോ, പുറത്ത് തുറന്നു നോക്കി കഴിയുമ്പോൾ നമ്മൾ ബോട്ടിലാണ് സുഹൃത്തുക്കളെ. ബോട്ടിൽ കണ്ടോ, ഹൗസ് ബോട്ടിംഗ് ആണിത്. സത്യത്തിൽ രാത്രി നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല. വന്ന റൂം ചോദിച്ചു, അങ്ങനെ ആ റൂം ഉണ്ടെന്ന് പറഞ്ഞാൽ കൊണ്ടുവന്നെയാ. ഒരു ഹിന്ദിക്കാരനാണ് കൊണ്ടുവന്നപ്പം കിച്ചൺ. ഓ അതെന്നാ എന്തോ ഒരു സാധനം താഴോട്ട് പോയി. കിച്ചണ് ഇത് കണ്ട. ഓ ഒരു സൈസ് കിളിയേ. ഓ ഇതിനകത്ത് കയറിയിരുന്നു കേട്ടാ. അടിപൊളി. ഞാൻ മറ്റേ എലിയല്ലോ, പക്ഷെ കിച്ചണി വന്നതാ കിളിയാട്ടോ. കിളിയല്ല, എൻ്റെ പേരെന്തോ പറയും അറിയില്ല. അങ്ങനെ കണ്ടോ സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ ഹൗസ് ബോട്ടിൻ്റെ അകത്താണ് ഇന്നലെ താമസിച്ചത്. ഇതിന്റെ ദൃശ്യങ്ങളൊക്കെ ഞാൻ പുറത്തുള്ള ദൃശ്യങ്ങളൊക്കെ കാണിച്ചു തരാം. വാതിൽ എങ്ങോട്ടാണെന്ന് അറിയില്ല, പുറത്തേക്ക് പോകുന്നു. ആണോ മെയിൻ ഡോറ്? അയ്യോ, അങ്ങനെ അത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങളാണ് നടക്കുന്നത് കേട്ടോ. നമ്മളൊരിക്കലും ഇത് പുറത്തേക്ക് പോകുന്ന വഴിയൊന്നും നമുക്കറിയില്ല. എവിടെ വഴി, ഇവിടെ ഒരു വഴി. ഇതിന്റെ വെള്ളമൊക്കെ വരുന്ന ഉണ്ടോ, പൈപ്പ് വെള്ളമൊക്കെ വരുന്ന എല്ലാത്തുനിന്നാണ്. ഭയങ്കര സംവിധാനമായി. ഭയങ്കര തണുപ്പാണ്. അയ്യോ, നമുക്ക് പുറത്ത് പോകാനുള്ള വഴി ഊട്ടിക്ക് വന്നോടി. ഷൂ ഒക്കെ അയ്യോ ഇതെങ്ങോട്ടാണ്, ഒരു പിടുത്തമില്ല. ഇവിടെ ബ്ലോക്ക് ആണല്ലോ. പുറത്തിറങ്ങുന്നവരോട് ചോദിക്കണം. അതിന്റെ അപ്പുറത്താണ്. ഇവിടുന്ന് കയറി അയ്യോ അതപ്പുറത്ത് ബോട്ട് വാങ്ങേണ്ടി വരും. കറണ്ട് രാവിലെ പോയതുകൊണ്ട് ചാർജ് ചെയ്യാൻ പറ്റിയില്ല. ബാൽക്കണിയൊക്കെ ഉണ്ടെന്ന്. ഇങ്ങനെ നീക്കായിരുന്നു കേട്ടോ. ഓ അയ്യോ തീപ്പൊടി. അയ്യോ എന്നാ തണുപ്പ് അടിക്കുന്നത്. അയ്യോ അമ്മോ അടിപൊളി തണുപ്പേ. ഇവിടെ വാഷിംഗ് മെഷീനൊക്കെ ഉണ്ട്, അലക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ. ഓ അടിപൊളി കേട്ടോ. കണ്ടോ, പുറത്തേക്കൊന്ന് ഇറങ്ങി നോക്കാം.
ചെരിപ്പൊന്നും ഇട്ടില്ല, ഷൂടാതെ. ഇതെല്ലാം ഇവരുടെ വീടുകളാണ് കേട്ടോ, കാശ്മീരികളുടെ. തല കറങ്ങുമ്പോൾ രാവിലെ ലേക്ക് 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 അങ്ങനെ ഒരുപാടുണ്ട് കേട്ടോ. നമ്മളിപ്പോ കിടന്നുറങ്ങിയ സ്ഥലം കായലിലായിരുന്നു സുഹൃത്തുക്കളെ, കായലിലായിരുന്നു. കണ്ടോ, ഇതൊക്കെ ഇവരുടെ വീടുകളാണ്. ഇവർക്ക് സെയിം വീടിന്റെ പൈസ കൊടുക്കണമെന്നാണ് പറയുന്നത്. പുറത്ത് വീട് കാണുമായിരിക്കും അവർക്ക്, പക്ഷെ ഇത് അന്യായ സംഭവമായിപ്പോ കേട്ടോ. അപ്പൊ ഇവിടാണ് സുഹൃത്തുക്കളെ നമ്മള് ഇന്നലെ താമസിച്ചത് കേട്ടോ. എന്തായാലും ഭാഗ്യമാണ്, കാരണം നമ്മളിങ്ങനെ ഒരു സ്ഥലം പ്രതീക്ഷിച്ചതേ ഇല്ല. ഇങ്ങനെ സ്ഥലത്ത് താമസിക്കണമെന്നൊന്നും ഒരിക്കലും മനസ്സുകൊണ്ട് പോലും വിചാരിച്ചിട്ട് പോലും ഇല്ലായിരുന്നു കേട്ടോ. പക്ഷേ ഈ സംഭവം ഇന്നലെ ആകസ്മികമായി രാത്രി വന്നിറങ്ങിയപ്പോൾ ഒരു കാരണത്തിരുന്നൊരു ആളെ കണ്ട്, ഇതിൻ്റെ ഓണറാണ്, കണ്ടപ്പോൾ പുള്ളിയെ കണ്ട് പുള്ളി കൊണ്ടുവന്ന് ആക്കിയ സ്ഥലമായത്. എന്തായാലും അതൊരു വൈബായി. നമ്മുടെ യാത്രകൾ അങ്ങനെയാണ്, പ്രതീക്ഷിക്കാത്തതാണല്ലോ സംഭവിക്കുന്നതൊക്കെ. നമുക്ക് യാത്ര ചെയ്യാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ യാത്ര ചെയ്ത് നമ്മൾ മനസ്സിൽ പോലും കാണാത്ത സ്ഥലങ്ങളിൽ, നമ്മുടെ കണ്ണുകൊണ്ട് ഒരിക്കലും കാണാത്ത സ്ഥലങ്ങളൊക്കെ നമ്മൾ കാണാൻ. ഏതായാലും ദൈവത്തിന് ഒരുപാട് നന്ദി, കാരണം നമ്മൾ ഇങ്ങനെയൊക്കെ എത്തപ്പെടാൻ പറ്റുമെന്ന് ഒരിക്കലും കരുതിയിട്ടില്ല. കാശ്മീരിൽ ഒരുപാട് കാഴ്ചയുണ്ട്, മഞ്ഞ് രാവിലെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. നമുക്ക് കുറച്ച് ലേറ്റായി പോകാൻ പറ്റും. അപ്പോൾ ഏതായാലും നമുക്ക് കാഴ്ചകൾ കാണാൻ വേണ്ടി പോകാം. കുറേ സംഭവങ്ങൾ കാശ്മീരിൽ നമുക്കറിയാമല്ലോ, നിങ്ങൾ എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകൾ കാശ്മീരിൽ ഉണ്ട്. നല്ല വളരെ വില കുറച്ച് കൊടുക്കുന്നു. पूरा 500 है, कितना आधा घंटा, अरे मणिपुर में। ओके, थैंक यू भैया।